നമുക്കിവിടെ കഴിഞ്ഞ ദിവസമേ കറണ്ടില്ലായിരുന്നു. അതെന്താ സംഭവിച്ചാൽ ഈ വീട്ടിൽ മാത്രമേ ഉള്ളൂ കറണ്ടില്ലാത്തത്. അപ്പോൾ സന്ധ്യ സമയത്താണ് പോയത്. പിന്നെ രാത്രി അവർ വരില്ല. മഴയൊന്നും രാത്രിയിൽ ഇല്ലെങ്കിലും KSEBക്കാർ വരില്ല, പ്രത്യേകിച്ച് ഒരു വീടിന് വേണ്ടിയിട്ട്. കൈവയറിലാണ് ഇങ്ങോട്ട്, എന്ന് വെച്ചാൽ ലൈനിൽ നിന്ന് വീട്ടിലേക്കുള്ള വയറിൽ എന്തോ മിസ്റ്റേക്ക് സംഭവിച്ചതാണ്. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ അപ്പം ഏതോ ഒരു ഒറ്റ കണക്ഷനുണ്ട്, ഒന്ന് കട്ടായി കിടക്കുകയാണ്. പറഞ്ഞു ഒരു മുളപൊടി കൊണ്ട് ജസ്റ്റ് ആ വയറിലൊന്ന് തട്ടി നോക്ക്, എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങ് ശരിയാകും, ഇല്ലെന്നുണ്ടെങ്കിൽ നാളെ വരാമെന്ന് പറഞ്ഞു. ഞാനും ഹസ്ബൻഡും കൂടെ ചെന്ന് മുളയൊക്കെ വെച്ചിട്ട് തട്ടിയൊക്കെ നോക്കി, പക്ഷേ നടക്കത്തില്ല. പിന്നെ അപ്പുറത്തെ വീട്ടിൽ കൊണ്ട്, ഇപ്പോൾ അരി അരയ്ക്കാനുണ്ടായിരുന്നു, അത് അപ്പുറത്തെ വീട്ടിൽ കൊണ്ടുപോയി അരച്ച് ഫോണൊക്കെ കുത്തിയിട്ട് അവിടെ. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വൈകുന്നേരം ആയപ്പോൾ അവർ വന്നു, പിന്നെ വിളിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ വന്നപ്പം ഒരാൾ KSEBിലെ ഉദ്യോഗസ്ഥനാണ്, യൂണിഫോമൊക്കെ ഇട്ട് ക്യാപ്പൊക്കെ വെച്ചിട്ടുണ്ട്. മറ്റൊരാൾ ഒന്നിലെ പുള്ളിക്കാരൻ റിട്ടയറായിട്ട് വീണ്ടും കരാറിലൊക്കെ വരുമല്ലോ, അങ്ങനെ ആയിരിക്കും. നല്ല പ്രായമുള്ള ഒരു മനുഷ്യനാണ്, നല്ല പ്രായമുള്ള ഒരു അപ്പൂപ്പനാണ്. അപ്പം പുള്ളി വന്നിട്ട് എല്ലാം നോക്കി. അപ്പം നമ്മുടെ മീറ്ററൊക്കെ നോക്കിയപ്പോഴത്തേക്കും പുള്ളി കറക്റ്റായിട്ട് പറഞ്ഞു, ഈ ലൈനിൽ ഇത് ഇന്നെടുത്ത് വെച്ചാൽ ഇത് ഇവിടെ വെച്ച് ചിലപ്പം ഒടിവുണ്ടായിട്ടുണ്ടായിരിക്കും, അതാണ് സംഭവിച്ചത്. അപ്പം KSEBിലെ ഉദ്യോഗസ്ഥൻ അവിടെ പോസ്റ്റേ കയറി നോക്കുന്നു. പിന്നെ അപ്പുറത്ത് പോയി മറ്റേ പോസ്റ്റേൽ ഈ പ്രായമുള്ള അപ്പൂപ്പൻ കയറി അവിടെ നിന്നുകൊണ്ട് ചെക്ക് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് പുള്ളിക്കാരനും എന്തോ ഒരു ഒരു മെഷീൻ വെച്ചിട്ടിങ്ങനെ ചെക്ക് ചെയ്തു. പറഞ്ഞത് കറക്റ്റാണ്, ആ പ്രായമുള്ള അപ്പൂപ്പൻ പറഞ്ഞത് കറക്റ്റാണ്, ഇന്ന സ്ഥലത്ത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അവിടം വെച്ച് എന്തോ കമ്പി, അതിനകത്തുള്ള കമ്പി ഒടിഞ്ഞാണ്. പിന്നെ അത് ജോയിൻറ്റ് ചെയ്തിട്ട് ശരിയാക്കി. അപ്പോഴെല്ലാം അപ്പൂപ്പൻ പോസ്റ്റേൽ ഇരിപ്പുണ്ട്. അപ്പം താഴെ ഇങ്ങോട്ട് പിന്നെ ഹസ്ബൻഡ് പറഞ്ഞ ഒരാളവിടെ ചെന്നിരിക്കും, നമുക്ക് ഒരാളിവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പൂപ്പൻ്റെ അടുത്ത് ചെവിക്ക് പ്രശ്നമുണ്ട് അപ്പൂപ്പന്. അപ്പോൾ ഇപ്പുറത്തെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, പുള്ളിക്കാരൻ പറയുന്ന അവിടം വരെ കേട്ടില്ല. അപ്പം ഞാൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ചെയ്യും. അപ്പോൾ അപ്പൂപ്പൻ തനിയെ കിടന്നുകൊണ്ട് പറയണം, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ. എന്നിട്ട് അവരിങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടും വീട്ടിലെ ലൈറ്റ് കത്തിയില്ല. അപ്പോൾ ഉടനെ അപ്പം പറഞ്ഞു, ELCB പോയിട്ടുണ്ടോ നോക്കി. അപ്പം ഞാൻ പറഞ്ഞേ അത് ELCB നോക്കാൻ പറഞ്ഞു. ഹസ്ബൻഡ് വന്ന് നോക്കിയപ്പോൾ കറക്റ്റാണ്. അതുവരെ കട്ടായി കിടക്കുമല്ലായിരുന്നു. അപ്പോൾ ഈ കണക്ഷൻ കൊടുത്ത ഉടനെ ആ ഒരു പവറിൽ കട്ടായി കിടന്നത് കൊണ്ടാണ്. അപ്പോൾ ശരിയായിരുന്നു, ഓൺ ചെയ്ത് ഓക്കെ ആയി, അങ്ങനെ കറണ്ട് വന്നു. അപ്പോഴും ഈ അപ്പൂപ്പം മുകളിൽ നിന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അങ്ങനെ ആയിരിക്കും. പുള്ളി പറഞ്ഞത് കറക്റ്റാണ്. സംഭവം എങ്ങനെയാണ് സംഭവം കറക്റ്റായിട്ടത് പുള്ളിയുടെ എക്സ്പീരിയൻസ്. ഞാൻ അവിടെ നിന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു, സച്ച് പീപ്പിൾസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറഞ്ഞേ, ആരും കേട്ടൊന്നുമില്ല, അല്ലാതെ പറഞ്ഞു. കാരണം ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്നത് പോലെ ഒരു കാര്യത്തിൽ നമുക്കുണ്ടായ എക്സ്പീരിയൻസാണ് നമുക്ക് എപ്പോഴും പല കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താനായിട്ട് നമ്മൾ സഹായിക്കുന്നത്. അപ്പൂപ്പൻ ഇത് പണ്ട് തൊട്ടേ ഈ കറണ്ടിൻ്റെയും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുള്ളത് കൊണ്ട്, ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ പോയി പരിഹരിച്ചിട്ടുള്ളത് കൊണ്ട് പുള്ളിക്ക് കറക്റ്റായിട്ട് മനസ്സിലായി ഇത് ഇങ്ങനെയൊക്കെ ആയിരിക്കും, അങ്ങനെ കട്ടായിട്ട് പവർ കൊടുക്കുമ്പോൾ ELCB വീഴും, ഇതൊക്കെ പുള്ളിക്ക് വ്യക്തമായിട്ടറിയാം. പുള്ളി അങ്ങനെ പറഞ്ഞു. പിന്നെ പൈസ കൊടുക്കണമല്ലോ, നമ്മുടേതായിട്ടുള്ള കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് പിന്നെ 200 രൂപ വെച്ച് 2 പേർക്കും കൊടുത്തു. കൂടി വന്ന ഒരു 10 മിനിറ്റ് അവർ ചിലവാക്കി കാണും. അപ്പം ഞാൻ ഓർക്കുകയും ചെയ്തു, ദൈവമേ 400 രൂപ അമ്മയാണ് കൊടുത്തത്. ഹസ്ബൻഡ് ഇങ്ങനെ പറയുന്ന കേട്ടു, പൈസ കൊടുക്കണം, അമ്മയുടെ പൈസ ഉണ്ടായിരുന്നു അമ്മയാണ് കൊടുത്തത്. എന്തായാലും പക്ഷേ അപ്പൂപ്പൻ ഹാപ്പിയാണ്. അപ്പൂപ്പൻ ഞാൻ നോക്കിയപ്പോൾ ഞാനിങ്ങനെ കണ്ട് ആ നോട്ട് ഇപ്പോഴത്തെ കളറാകും, 200 നോട്ട് കളർ വ്യത്യാസമുണ്ട്. അപ്പോൾ അപ്പൂപ്പൻ ഹാപ്പി അങ്ങനെ പറഞ്ഞിട്ട് പോയി. ഏതായാലും അങ്ങനെ കുറേ കാശുകളൊക്കെ ഇങ്ങനെ അനാപത്ത് പോകുന്ന ടൈമിൽ കൂടാണ് ഈ മഴക്കാലം എന്ന് പറയുന്നത്. ശരിയല്ലേ?